കൈകൾ ചേർത്തുപിടിച്ച് അവർ നടന്നു. കണ്ണു തുറന്നിടത്തെല്ലാം അമ്പരപ്പിക്കുന്ന കാഴ്ചകൾ. പരന്നൊഴുകുന്ന ആൾക്കൂട്ടം. ചിരി മാത്രം തെളിഞ്ഞ മുഖങ്ങൾ. മക്കളെ ചേർത്തുപിടിച്ച് വാത്സല്യത്തിന്റെ ആദി പിടിച്ച് പായുന്ന പുരുഷാരം. സ്നേഹം ഇടതൂർന്ന ഈ വഴിത്താരകളിലൂടെ നടന്നപ്പോൾ അവരുടെ മനസ്സുകൾ ഇന്ത്യയുടെ മുകളറ്റത്തേക്ക് പാഞ്ഞുകാണും. പിറന്ന മണ്ണിലേക്ക്. അവിടെയുണ്ട് ഉമ്മ ബാപ്പമാർ, പറക്കമുറ്റാത്ത അനിയന്മാരും അനിയത്തിമാരും. കശ്മീരിൽ നിലക്കാത്ത വെടിയൊച്ചകൾക്ക് കീഴെ അവരുടെ ജീവിതങ്ങൾ. ഈ മക്കളെങ്കിലും ജീവന്റെ പിടച്ചിലറിയാതെ ജീവിക്കട്ടെ എന്ന കരുതലിൽ പഠിക്കാനായി കേരളത്തിന്റെ പച്ചപ്പിലേക്ക് പറഞ്ഞയച്ചവർ. അങ്ങനെ മിഹ്റാജും ആസിഫും ഈ മേള കണ്ടു. കോഴിക്കോട് മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ കുട്ടികൾ ഉറുദു പ്രസംഗത്തിൽ നേടിയെടുത്തത് എ ഗ്രേഡോടെ 1ാം സ്ഥാനം. ഇങ്ങനെയൊരു മേള ഞങ്ങളുടെ നാട്ടിൽ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ഇക്കണ്ട പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ലായിരുന്നെന്ന് അവരുടെ സങ്കടം നിറഞ്ഞ വാക്ക്. If there will be this programs and this festivals, I think the students, I think the youth all will go to the school, because one problem is they are not getting the higher education. രണ്ട് രാജ്യങ്ങൾക്കിടയിലെ കശ്മീർ എന്ന ഉൾച്ചൂട് സമാധാനത്തിന്റെ വഴിയിലേക്ക് മടങ്ങുമെന്ന് ആസിഫും മിഹ്റാജും പ്രതീക്ഷിക്കുന്നു. So I hope peace will come back in Kashmir and will have the same condition same peace in Kashmir like there is in Kerala. കേരളം പോലെ കശ്മീരാകുന്ന കാലം, ഉമ്മയുടെ മടിയിൽ കിടന്ന് പേടിയേതുമില്ലാതെ ഉറങ്ങി വീഴുന്ന കാലം അവരുടെ വാക്കുകളിൽ പിടച്ചു നിൽക്കുന്നു. So I hope peace will come back in Kashmir. ക്യാമറമാൻ ശരത് തമ്പാട്ടുകാവിനൊപ്പം സാമിർ സലാം,